നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വചുംബഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര. ഓം പാർവതി അമ്മേ ഭഗവതിയെ നമോ നമ. ഓം സുബ്രഹ്മണ്യ സ്വാമിയെ അയ്യപ്പസ്വാമിയെ നമോ നമ. ഓം കാളികാളി അമ്മേ, ഓം ദുർഗാദേവി അമ്മേ, മഹാലക്ഷ്മി അമ്മേ ഭഗവതിയെ നമോ നമ. സരസ്വതി ദേവി ഭഗവതിയെ നമോ നമ. നമസ്കാരം. ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജൂലൈ മാസത്തിൽ യോഗങ്ങളുടേതായിരിക്കുന്ന ഭാഗ്യദായകമായ അനുഭവങ്ങൾ ധാരാളം നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൊരു യോഗമായ നവപഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. നവപഞ്ചമ രാജയോഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, വിവിധങ്ങളായിരിക്കുന്ന ഗ്രഹസാന്നിധ്യങ്ങളുടെ യോജിപ്പിലൂടെ ഉണ്ടാകുന്ന ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നുചേരുന്നതായ യോഗമാണിത്. 2026 കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴം അഥവാ ഗുരുവും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന രാഹുവും 5-9 ഭാവങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നവപഞ്ചമ രാജയോഗം സൃഷ്ടിപ്പെടാൻ കാരണമാകുന്നത്. വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും ഈ സംയോഗം സ്വാഭാവികമായിട്ട് വളരെ ശക്തമായ പല അനുഗ്രഹ തലങ്ങളും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. രാഹു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അല്പം ഭയം തോന്നും, അല്ലെങ്കിൽ ഒരു പേടി തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നും. രാഹു എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ, അതായത് ഫലദായകമായിരിക്കുന്ന ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദോഷകരമായിരിക്കുന്ന ഗ്രഹങ്ങളുടേതായിരിക്കുന്ന ദോഷം മാറുകയും അവയ്ക്ക് സ്വാഭാവികമായിട്ടും നൽകാൻ കഴിയുന്ന അനുഗ്രഹദായകത്വം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അത്തരമൊരവസ്ഥയാണ് വ്യാഴത്തോടൊപ്പം രാഹുവിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യം. അതായത് കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴവും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന രാഹുവും 5-9 ഭാവങ്ങളിൽ പരസ്പരം ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അതിലൂടെയാണ് നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്ന ശക്തമായ രാജയോഗം നിലവിലേക്ക് വരുന്നത്. നവപഞ്ചമ രാജയോഗത്തിലൂടെ ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കുന്ന 4 രാശിക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് കർക്കിടകം രാശിയാണ്. പുണർദം, മുക്കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി. ഈ രാശിയിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്തു നിൽക്കുകയാണ്. വ്യാഴൻ്റെ ശുഭദൃഷ്ടി നിലനിൽക്കുന്നതിനാൽ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് തൊഴിൽ മേഖലയിൽ വലിയ ഉയർച്ചയും സമൃദ്ധിയും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വിചാരിച്ചതിലധികം പുരോഗതി കൈവരിക്കുവാൻ കഴിയും. മേലുദ്യോഗസ്ഥരുടെ
സന്തോഷത്തിന് പാത്രീഭൂതമാകാൻ കഴിയും. ചെയ്യുന്ന ഏതു തൊഴിലും വളരെ ഗംഭീരമായിട്ട് അവസാനിപ്പിക്കുവാൻ കഴിയും. അത് വളരെ കീർത്തി നേടുന്ന തരത്തിൽ നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. കർക്കിടകം രാശി നക്ഷത്ര ജാതകത്തിലുള്ള ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് അതാണ്. മറ്റൊന്ന്, തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന വലിയ പ്രോജക്റ്റുകൾ വളരെ നന്നായി തന്നെ അവസാനിപ്പിക്കുവാൻ കഴിയും. കർക്കിടകം നക്ഷത്ര ജാതർക്ക് സമൂഹത്തിൽ അംഗീകാരവും കീർത്തിയുമൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നു. സാമ്പത്തികമായ മികച്ച സമയമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം കാൽ അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിലാണ് രാഹു നിൽക്കുന്നത്. കൂടാതെ 9-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി വൃശ്ചികം രാശിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ആ ഒരു സംയോഗം തീർച്ചയായിട്ടും ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വൃശ്ചികം രാശി നക്ഷത്ര ജാതകരിൽ ഉണ്ടാകും. അപ്രതീക്ഷിതമായി പല കോണുകളിൽ നിന്ന് ധനലാഭമുണ്ടാകും. മുൻപ് പലതും കഠിനമായ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിച്ചിട്ടും പൂർത്തീകരിക്കാതിരുന്ന സംരംഭങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരം വൃശ്ചികം രാശി നക്ഷത്ര ജാതകരിൽ വന്നു ചേരും. പഠനമൊക്കെ പകുതി വഴി നിന്നവർക്കത് പുനരാരംഭിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. തൊഴിൽ സാധ്യത നിറഞ്ഞു നിൽക്കുന്നതും എന്നാൽ ചില കാരണങ്ങളാൽ അതിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായും വീണ്ടും തൊഴിൽ മേഖലകളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകും. ചില കാരണങ്ങളാൽ തടസ്സപ്പെട്ടു കിടന്ന ജീവസന്ധാരണ മാർഗങ്ങളെല്ലാം തന്നെ തുടർന്നു പോകുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും. വിദേശ യാത്രയ്ക്കോ വിദേശത്ത് ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് ആ ശ്രമം പൂർണ്ണമായും വിജയിപ്പിക്കാൻ കഴിയും. തീർച്ചയായും നവപഞ്ചമ രാജയോഗം നല്ല അനുഭവത്തെയും അനുഗ്രഹത്തെയും വൃശ്ചികം രാശിക്കാർക്ക് നൽകുക തന്നെ ചെയ്യും. യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലവും അനുയോജ്യവും ഭാഗ്യദായകവുമായ സമയമാണ്. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്തു നിൽക്കുന്ന വ്യവസ്ഥിതിയാണ് നമുക്ക് കാണുന്നത്. വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിലനിൽക്കുന്നത് മീനം രാശിയിലാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങൾ ബിസിനസ്സിലും അതുപോലെ തന്നെ മറ്റ് വ്യവസ്ഥകളിലും എടുക്കുന്നതിനായിട്ട് മീനം രാശി നക്ഷത്ര ജാതർക്ക് കഴിയും എന്നുള്ളതാണ്. മീനം രാശി നക്ഷത്ര ജാതരുടെ തീരുമാനങ്ങൾ മാറ്റുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്നതിനോ ആർക്കും കഴിയില്ല. കാരണം അത്ര ബുദ്ധിപരമായിട്ട് ഉള്ള തീരുമാനങ്ങളായിരിക്കും മീനം രാശി നക്ഷത്ര ജാതർ എടുക്കുന്നത്. അത്രയ്ക്ക് ഗംഭീരമായിരിക്കുന്ന ബൗദ്ധിക തലം നിറഞ്ഞു നിൽക്കുന്നതാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീനം രാശി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലും കരിയറിലുമൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഏതൊക്കെ മേഖലകളിലാണോ ഈ നക്ഷത്ര ജാതർ നിറഞ്ഞു നിൽക്കുന്നത് ആ മേഖലകളിലെല്ലാം തന്നെ വലിയ വിജയമുണ്ടാക്കിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. കല, സാഹിത്യം, ക്രിയേറ്റീവ് മേഖലകളിലെല്ലാം തന്നെ മീനം രാശി നക്ഷത്ര ജാതർക്ക് വലിയ ഭാഗ്യവും വിജയവും ഉണ്ടാകും. അതുപോലെ തന്നെ കലാ, സാംസ്കാരിക, സാഹിത്യ, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ വലിയ വിജയം നേടിയെടുക്കുവാനും
നേതൃത്വ സ്ഥാനം അലങ്കരിക്കുവാനും മീനം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യം വരും. അതുപോലെ തന്നെ മീനം രാശി നക്ഷത്ര ജാതർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കും. തീർച്ചയായും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള ബുദ്ധിവൈഭവം ഇവർക്ക് ഉണ്ട് താനും. നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യ അനുഭവങ്ങൾ വളരെ വളരെ ഗംഭീരമായ തരത്തിൽ മീനം രാശി നക്ഷത്ര ജാതർക്ക് അനുഗ്രഹവേദ്യമാകും. വിദ്യാർത്ഥികൾക്കും യുവതീ യുവാക്കൾക്കും ഭാഗ്യദായകമായ ധാരാളം അനുഭവം ഉണ്ടാകുമെന്നുള്ളതാണ്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ മീനം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും എന്ന് വിചാരിച്ച് ഞാൻ പറയുന്ന പോലെ വലിച്ചുവാരി ഭാഗ്യക്കുറി എടുക്കേണ്ട കാര്യമില്ല. ശനി ഞായർ ദിവസങ്ങളിൽ ഭാഗ്യക്കുറി എടുത്തുകൊള്ളുക. ഏതെങ്കിലുമൊക്കെ നല്ല തുകകൾ ഭാഗ്യമായി വന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. അടുത്തത് മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേടം രാശി നക്ഷത്ര ജാതർക്ക് കലർപ്പില്ലാത്ത ഭാഗ്യം അനുഭവവേദ്യമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു മേഖലയിലാണോ ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ ഇവർ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളിൽ വലിയ പോസിറ്റീവ് റിയാക്ഷൻ ഇവർക്കുണ്ടാവും. ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ, വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തു നിൽക്കുന്ന ഭാഗ്യദായകമായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യത്താൽ ഇവരിൽ വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ വാഹനം, ഭൂമി, വസ്തുവകകൾ വാങ്ങുക, ആഭരണങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ വസ്ത്രാദികൾ സ്വന്തമാകുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ, അതുപോലെ മംഗളകരമായ ഒട്ടനവധി അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തെ സമ്പൽ സമൃദ്ധിദായകമാക്കുമെന്നുള്ളതാണ്. നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യങ്ങളിൽ നല്ലൊരു ഭാഗ്യ വ്യവസ്ഥിതി അനുഭവിക്കുവാനുള്ള ഭാഗ്യപൂർണത വന്നു ചേരുന്ന രാശിക്കാരാണ് മേടം രാശിക്കാർ. ഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ അവസരം വന്നു ചേരുന്നവരാണ് മേടം രാശിക്കാർ. അതുപോലെ തന്നെ മേടം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന കടബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ എല്ലാം തന്നെ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടും. ഭാഗ്യദായകമായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് കുതിക്കുന്നതിനായിട്ട് മേടം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യമുണ്ടെന്നുള്ളതാണ്. എല്ലാ അനുഭവങ്ങളും ഭാഗ്യങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 4 രാശിക്കാർക്ക് പുറമെ ധനുരാശിക്കാർക്കും ചിങ്ങം രാശിക്കാർക്കും നവപഞ്ചമ രാജയോഗത്തിൻ്റെതായ ഭാഗ്യങ്ങൾ അനുഭവവേദ്യമാകുന്നു. കാരണം അവരിലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് കാരണമാകും നവപഞ്ചമ രാജയോഗം. തീർച്ചയായും മഹേശ്വര ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും കാളി ക്ഷേത്രത്തിലും ചെയ്യാൻ കഴിയാവുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യദായകത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 രാശി നക്ഷത്ര ജാതരെയും ധനു ചിങ്ങം രാശി നക്ഷത്ര ജാതരെയും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.